അങ്ങനെ ഇതാ കാത്തിരുന്ന് ഹസ്ബൻഡിന്റെ നാട്ടിലെ വള്ളംകളി ദിവസം എത്തിയിരിക്കുന്നു. ചാമ്പ്യൻസ് ബോർഡ് ലീഗ് 2025 ആളും ബഹളമൊക്കെ ആയിട്ട് നാടൊരു ഫെസ്റ്റീവ് മൂഡിലേക്ക് എത്തി. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന വള്ളംകളിയാണിത്. 2ാമത്തെ വർഷമാണ്. മുഴപ്പിലങ്ങാട് അഞ്ചരക്കണ്ടി പുഴയിൽ മമ്മാക്കുന്ന് പാലം മുതൽ ധർമ്മടം വരെ വള്ളങ്ങളെല്ലാം അണിനിരന്നിട്ടുണ്ട്. ഇപ്പുറത്തെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സാർ വന്നിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് സാറാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഫ്ലാഗ് ഓഫിനായി ബോട്ട് കയറിയിട്ട് മമ്മാക്കുന്ന് പാലത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ബാക്കിയുള്ള ഓരോ വള്ളങ്ങളും അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഇപ്പുറത്തെ സ്റ്റേജിൽ ഡാൻസും നടക്കുന്നുണ്ട്. ഇത് ഏത് തരം ഡാൻസ് ആണെന്ന് എനിക്കറിയാം. വള്ളംകളിയെ കുറിച്ചും ഇതുപോലുള്ള അഡ്വഞ്ചറസിനെ കുറിച്ചും എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ആധികാരികമായിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മത്സരം ഇതാ മമ്മാക്കുന്ന് പാലത്തിന്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ വള്ളംകളി കാണുന്നത്. അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ടായിരുന്നു. എന്തായാലും വള്ളംകളി കാണാൻ ആലപ്പുഴയിലും പോകേണ്ട ആവശ്യം വന്നില്ല. ഇപ്രാവശ്യം കണ്ണൂരിൽ നിന്ന് തന്നെ കാണാം. ഹസ്ബൻഡൊക്കെ കുട്ടിയായിരുന്ന ടൈമിൽ ഒരിക്കലും ഇതുപോലെ വള്ളംകളി നടന്നിട്ടുണ്ടായിരുന്നു എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം തൊട്ടാണ് വള്ളംകളി റീസ്റ്റാർട്ട് ചെയ്തത്. വള്ളംകളിയൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു വള്ളം മുങ്ങി. അവരുടെ അടുത്തേക്കാണ് ഈ 2 ബോട്ടും പോകുന്നത്. അടുത്ത ഡാൻസും ഇതാ സ്റ്റേജിൽ കളിക്കുന്നുണ്ട്. ഇതും ഏത് ഡാൻസാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ വന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് മൂപ്പര് എനിക്കൊരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. അതാ അവിടെയാണ് സ്റ്റേജ്. ജയിച്ച ടീം ഇതാ കപ്പും കൊണ്ട് പോകുന്നുണ്ട്. തൊട്ട് പിറകിലെ അടുത്ത ടീമും പോകുന്നുണ്ട്. ഇനി ക്യാഷ് പ്രൈസ് കണ്ടില്ല എന്ന് പറയേണ്ട. റണ്ണേഴ്സ് അപ്പിന് കിട്ടിയ ക്യാഷ് പ്രൈസ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. മറ്റേ തന്നെ മിസ്സായി. സത്യം പറയണം, വള്ളംകളിയേക്കാളും എനിക്ക് ഇഷ്ടമായത് ഇതാണ്. അവരുടെ കൂടെ വന്ന ലേഡീസ് ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് നോക്കണം. ഇവർ ഏത് നാട്ടിലുള്ളതാണെന്ന് എനിക്കറിയാം. ആ വള്ളംകളിയിൽ വിന്നേഴ്സ് ആയവർക്ക് ഇവർ കൊടുക്കുന്ന സപ്പോർട്ട് എത്രമാത്രം ഉണ്ടെന്ന് അതിൽ നമുക്ക് മനസ്സിലാവും. വള്ളംകളിയിൽ മത്സരിച്ചവരുടെ കഷ്ടപ്പാട് എത്രമാത്രം ഉണ്ടെന്ന് ഇവർക്കും ഇവർ കൊടുത്ത സപ്പോർട്ട് എത്രമാത്രം ഉണ്ടെന്ന് അവർക്കും അറിയുന്നത് കൊണ്ട് ആ വിജയം അവരുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് കൂടി അവകാശപ്പെട്ടതായി. അപ്പോൾ ഇതൊക്കെയാണ് വള്ളംകളി വിശേഷങ്ങൾ. ഈ വർഷത്തെ വള്ളംകളി അതിഗംഭീരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വർഷത്തെ വള്ളംകളിക്ക് കാണാം. അപ്പോൾ ശരി, ബൈ.